ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി 20 തിങ്കളാഴ്ച നടക്കും. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ സെന്റർ ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 20 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫ്രാൻസിസ് ജോർജ് MP ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് VM മാത്യു അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റി ഡോക്ടർ സണ്ണി കുര്യൻ വിശിഷ്ടാതിഥിയായിരിക്കും. ചെയർമാൻ KM നൂർദീൻ ആമുഖ പ്രഭാഷണം നടത്തും. ഏറ്റുമാനൂർ നഗരസഭാ പ്രദേശങ്ങളിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പരിചരണം ആവശ്യമായവർക്ക് ഡോക്ടേഴ്സ് ഹോം കെയർ, നഴ്സ് ഹോം കെയർ, പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി, കുടുംബങ്ങളുടെ പുനരധിവാസം എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആൽഫ പാലിയേറ്റീവ് സെന്ററിന്റെ 23ാമത്തെ ബ്രാഞ്ച് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ 20-ാം തീയതി 2 മണിക്ക് ബഹുമാനപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും പ്രവർത്തന ഉദ്ഘാടന വേദിയിലേക്ക് സഹസ്രം സ്വാഗതം ചെയ്തുകൊണ്ടു. ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന നമ്മുടെ ഓഫീസിൽ മാസത്തിൽ 26 ദിവസവും അവിടെ വരുന്ന രോഗികളെ പൂർണ്ണമായും ഫിസിയോതെറാപ്പിയാണ്, പൂർണ്ണമായിട്ടും തളർവാദത്തിലും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക്, ചലനശേഷി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫിസിയോതെറാപ്പിയിലൂടെ സൗഖ്യം കൊടുക്കുന്നതിനും അതിലുപരി ലാസ്റ്റ് കെയർ വീടുകളിൽ പോയി അവർക്ക് ലാസ്റ്റ് കെയർ കൊടുക്കുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 2005 മുതൽ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ 8 ജില്ലകളിലെ 23 കേന്ദ്രങ്ങളിലൂടെ 61,141 പേർക്ക് പരിചരണം എത്തിക്കുകയും നിലവിൽ 10,283 പേർക്ക് പരിചരണം നൽകുകയും ചെയ്യുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് VM മാത്യു, വൈസ് പ്രസിഡന്റ് KC ഉണ്ണികൃഷ്ണൻ, ട്രഷറർ PH ഇക്ബാൽ, പ്രോഗ്രാം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോ കൃഷ്ണൻ, ജലജ വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4 ന്യൂസ് ഏറ്റുമാനൂർ.